SDPI വടകര മണ്ഡലം സ്ഥാനാർത്ഥി ഷംസീർ ചോമ്പാല റോഡ് ഷോ സംഘടിപ്പിച്ചു. പെരുവട്ടംതാഴയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുകയും നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നമ്മുടെ വടകര മണ്ഡലത്തിൽ ഏറ്റവും വികസന മുരടിപ്പുള്ള ഒരു മണ്ഡലമാണ് വടകര. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു പുരോഗതിയുമില്ലാതെ വിദ്യാഭ്യാസ, സാമ്പത്തിക, സാമൂഹികമായിട്ട് വളരെയധികം പിന്നിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം. കഴിഞ്ഞ ഇടത് വലത് മുന്നണികൾ മാറി ഭരിച്ചിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്, നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയാണ് വടകര മണ്ഡലത്തിലേത്. ഏകദേശം 5-6 ആളുകൾ മരണപ്പെട്ടു ഈ അശാസ്ത്രീയ നിർമ്മാണം കാരണം. അതോടൊപ്പം തന്നെ ഈ പൊടിശല്യം കാരണം, അതുകൂടാതെ പലതരത്തിൽ അസുഖം ജനങ്ങൾക്ക് പിടികൂടി. ഇതൊക്കെ ഇവിടുത്തെ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ MLA അടക്കമുള്ള ആളുകളുടെ പിടിപ്പുകേടാണ്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇത് കൃത്യമായി ഇത്തരം കരാറെടുത്ത ആളുകൾക്കെതിരെ ശക്തമായ സമരം നടത്തി ഇത് നേടേണ്ടതിന് പകരം മറ്റു പല സ്ഥലങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞു, പക്ഷേ ഇവിടെ പൂർത്തിയായിട്ടില്ല. ഇതൊക്കെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് പരാജയത്തിൻ്റെ ഒരു പടുകുഴിയിലേക്ക് ഇവിടുത്തെ ജനങ്ങളെ നയിച്ചതിൻ്റെ, രോഗികളായതിൻ്റെ സമാധാനം ഇവിടുത്തെ MLA അടക്കം സമാധാനം പറയേണ്ടതുണ്ട്. അതുമാത്രമല്ല, ആരോഗ്യ മേഖല വളരെയധികം താറുമാറായി. ഇവിടെ ഒരു സർക്കാർ മേഖലയിൽ ഒരു സ്ഥാപനം എടുത്തു നോക്കാൻ പറഞ്ഞാൽ അതിവിടെ ഇല്ല. നമ്മുടെ വടകര മണ്ഡലത്തിൽ അത്തരമൊരു സ്ഥാപനം ഇല്ല. എന്തെങ്കിലും അസുഖം വന്നാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ട്? ആ ജനപ്രതിനിധി ആ സർക്കാർ മേഖലയിലെ സംവിധാനങ്ങളെ കൊണ്ടുവരുന്നതിൽ പരാജയമാണ് സംഭവിച്ചത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് അറിയാം, വടകര ഈ ടൗണ് ഒരു കാലത്ത് വാണിജ്യ മേഖലയാണ്. ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറ്റ്യാടി മണ്ഡലത്തിലെയും നാദാപുരം മണ്ഡലത്തിലെയും കൊയിലാണ്ടിയുള്ള ആളുകളടക്കം വടകരയായിരുന്നു ആശ്രയിച്ചത്. പക്ഷേ ഇന്ന് അനാഥമായിരിക്കുകയാണ് വടകര ഈ ടൗണ്. ആളുകൾ ദിനേന്നോണം ഈ ടൗണിൽ ദിവസവും ഷട്ടർ പൂട്ടി ബിൽഡിംഗ് ഓണർക്ക് വിട്ടുകൊടുക്കുന്ന, കടമായി പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകുന്ന സംഭവങ്ങളാണ് ദിവസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ സർക്കാരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെയും പിടിപ്പുകേട് മൂലമാണ് ജനങ്ങളെ ഇത്തരം വഴികളിലേക്ക് തള്ളിവിട്ടത്. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ, ഇവിടെ 4ഓളം പഞ്ചായത്തുകൾ തീരദേശത്താണ്. ഇവരുടെ രണ്ട് മത്സ്യ തുറമുഖങ്ങൾ അവിടെ ഉള്ളത്. ഒന്ന് ചോമ്പാൽ ഹാർബറും അതോടൊപ്പം തന്നെ ഐത്തലയിലെ ഫിഷ് ലാൻഡ് സെൻറ്ററും.
ഈ രണ്ടും പ്രത്യേകിച്ച് നമുക്ക് കാണിക്കാനുള്ള വികസനവും ഈ 5 കൊല്ലവും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ നഗ്നമായ യാഥാർത്ഥ്യമാണ്. ഹാർബറിൽ പോയാൽ നമുക്ക് കൃത്യമായി കാണാം, ഒരുപാട് വികസനം, ഒരിടപ്പ്, കുടിവെള്ളമില്ല, ടോയ്ലറ്റില്ല, അതുപോലെ തന്നെ വർഷങ്ങളായി അവിടെ മണ്ണെടുക്കാത്തതുകൊണ്ട് ബോട്ട് അടുപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങി ഈ പാർക്കിംഗ് സൗകര്യമില്ല, രാത്രി ജനറേറ്റർ സൗകര്യമില്ല, വെളിച്ചമില്ല. ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥക്ക് എല്ലാ നിലക്കും താങ്ങും തണലുമായി നിൽക്കുമ്പോൾ അവരുടെ എല്ലാ നിലക്കും കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ട് കടലിൻ്റെ മധ്യത്തിലേക്ക് പോയിക്കൊണ്ട് നടുക്കളത്തിലേക്ക് പോയിക്കൊണ്ട് അവർ അധ്വാനിച്ച് കൊണ്ടുവരുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലും ഇവിടെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് അവിടെ നോക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ അവതരിപ്പിക്കലല്ല ഒരു ജനപ്രതിനിധി ഉത്തരവാദിത്വം. എങ്ങനെയൊക്കെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ഈ മണ്ഡലത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുമോ, അത് സമരമാണ് സമരം, അല്ലെങ്കിൽ മറ്റു രീതിയാണ് ആ രീതി, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങി വരിക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം. ഈ 5 വർഷവും ചോമ്പാല ഹാർബറിൽ ഒരു വികസനവും നടപ്പിലാക്കില്ല എന്നുള്ളത് കൃത്യമായി നമ്മുടെ മുമ്പിലുള്ള ഒരു തെളിവാണ്. ഇങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഈ നമ്മുടെ മണ്ഡലവുമായി വന്ന് കിടക്കുമ്പോൾ എന്തെങ്കിലും കാണിച്ചുകൊണ്ട്, ചില റീൽസുകൾ കാണിച്ചുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധി എന്തോ ചെയ്തു എന്നുള്ള നിലക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ മാറ്റിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ കൃത്യമായി ഇതിനെതിരെ ജനവിധി എഴുതുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും SDPI യുടെ പ്രതിനിധിയായ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഇവിടെ ജനങ്ങളോടൊപ്പമുണ്ട്. ഇത്തരം വിഷയങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ളം വളരെ പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾക്ക് ഇപ്പോഴും കാണാം, വേനലായി കഴിഞ്ഞാൽ ഉപ്പുവെള്ളമാണ് കുടിക്കേണ്ടി വരുന്നത്. ആര് സമാധാനം പറയൂ? ജനങ്ങൾ അങ്ങേയറ്റം ആശ്രയിക്കേണ്ട ഒരു കുടിവെള്ളം പോലും കൊടുക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള MLA അടക്കമുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഉപ്പുവെള്ളം വരുന്നു എന്ന് പറയുമ്പോൾ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇപ്പോഴും ഉപ്പുവെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് പ്രശ്നം വരുമ്പോൾ മാത്രം ഒന്ന് ഇടപെട്ട് ഒന്ന് പരിഹരിക്കുക മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഇവിടെ കാണാൻ സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് താഴങ്ങാടി പോലുള്ള മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ പാവങ്ങൾ കുടിവെള്ളം കുടിച്ചുകൊണ്ട് പൈപ്പിന് മുമ്പിൽ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ട അവസ്ഥ. എന്നിട്ടോ കിട്ടുന്നത് ഉപ്പുവെള്ളം എങ്ങനെ കുടിക്കും? കടലിൽ പോകുന്ന ആളുകൾ വലിയ ബോട്ടിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. ആരാണ് ഉത്തരവാദി? ഇങ്ങനെ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ മണ്ഡലത്തിലുണ്ട്. ഇതിലൊക്കെ പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. ഇതൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് എങ്ങനെയെങ്കിലും വിജയിച്ച് കയറുക എന്നുള്ളതല്ല ഇവിടെ വേണ്ടത്. ഇവിടെ കൃത്യമായി ജനങ്ങളോട് സമാധാനം പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ്. അതിന് SDPI മുമ്പിൽ തന്നെ ഉണ്ടാകും. നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് SDPI. നമുക്കറിയാം, സോയിൽ നെയിലിംഗ് സമരത്തിൽ SDPI ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുടിവെള്ള വിഷയം ഉണ്ടായപ്പോൾ നിരവധി തവണ ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയിൽ സമരം നടത്തിയിട്ടുണ്ട്. മറ്റ് പലതരത്തിലുള്ള സമരങ്ങൾക്ക് SDPI നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയുടെ വിഷയത്തിൽ 4ഓളം തവണ SDPI സമരം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജനപക്ഷത്ത് നിൽക്കുന്ന, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ഇടപെടും. അതിന് ഇവിടെ ആധികാരികമായി ഒരു MLA ഉണ്ടാകുമ്പോൾ തീർച്ചയായും അതിന് ഇടപെടാനും ജനപക്ഷത്ത് നിൽക്കാനും തീർച്ചയായും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ വിഷയങ്ങളും കേട്ടുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കും. അതോടൊപ്പം തന്നെ കായിക പ്രേമികൾക്ക് അവർക്ക് സ്റ്റേഡിയമില്ല, അവർക്ക് കളിക്കാൻ സ്ഥലമില്ല. പലരും നമ്മൾ പറയും കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നു. എങ്ങനെ ലഹരിയിലേക്ക് പോകാതിരിക്കും? അവർ കളിക്കാൻ സ്ഥലമില്ല. പല നിലക്കും അവർ മാറിക്കൊണ്ടിരിക്കും. അവർക്ക് ഒരു ഓപ്പൺ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഞാൻ MLA ആകുമ്പോൾ തീർച്ചയായും ഞാൻ മുമ്പിൽ തന്നെ നിൽക്കും. ഓരോ പഞ്ചായത്തിലും കളിക്കളം നിർമ്മിക്കാനും ഞാൻ നിൽക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ നിലക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ എല്ലാ നിലക്കും പ്രവർത്തനം ഞാൻ മുമ്പ് ഉണ്ടാകുമെന്നും ഞാനും എൻ്റെ പ്രസ്ഥാനവും കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഹമീദ് മസ്. P. Abdul Hamid കുറ്റിയാടിയാണ്. കുറ്റിയാടി മണ്ഡലത്തിൽ മാത്രമല്ല 104 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല. അവിടെ അങ്ങനെയല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്? എന്തൊരു കുറ്റിയാടി മാത്രം ചോദിക്കുന്നത്? 104 മണ്ഡലങ്ങളിലും ഞങ്ങളുടെ സമ്മതിദാനാവകാശം ആർക്ക് രേഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അത് പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന പല ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക. താഴെത്തട്ടിൽ നിരന്തരമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച പൂർത്തിയാകുമ്പോൾ സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കും. പിന്നെ ഇങ്ങനെ എല്ലാവർക്കും പറയുന്നൊരു പരാതി എന്താണെന്ന് വെച്ചാൽ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്ത് എന്ന് ജയിച്ച ആൾക്കാർ കൊണ്ട് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്രാവശ്യം എന്താ നേരത്തെ പറയും? ഞങ്ങൾ 8 കാലി മമ്മിഞ്ഞല്ല, 102 സീറ്റുകൾ നമ്മൾ നിലനിർത്തി. പക്ഷെ അത് നിലനിർത്തിയോ നിങ്ങൾ ആലോചിക്കണം. എങ്ങനെ കേരളത്തിൽ തനിച്ച് 3 മുന്നണികളോട് മല്ലിട്ട് കൊണ്ട് മത്സരിച്ചിട്ട് നേടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. 21,000-ൽ പരം ഡിവിഷനുകളുള്ളതിൽ ഞങ്ങൾ മത്സരിച്ചത് 1,500 താഴെയാണ്. അവിടെ ഞങ്ങൾക്ക് നല്ല വോട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ സംഗതിയല്ല. ഈ എഴുതിത്തള്ളിക്ക് പറയാൻ പോയ പാർട്ടിയാണ് ഇത് നേടിയിരിക്കുന്നത്. വടകര മണ്ഡലത്തിൽ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്, നല്ല വിജയം നേടാൻ സാധിക്കുകയുണ്ടായി. പിന്നെ ചിലയിടത്ത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ
ഇടത് വലത് മുന്നണികളും മൂന്നാമത്തെ മുന്നണിയൊക്കെ അരയും തലയും മുറുക്കി ഞങ്ങളെ പ്രതിരോധിക്കാൻ വളരെ സജീവമായി എല്ലാ വൃത്തികെട്ട രീതികളും സ്വീകരിച്ച് രംഗത്തുണ്ടായിരുന്ന ഇവർ പ്രതിരോധിക്കേണ്ടതാണ് എന്ന നിലയിൽ അതിൻ്റെ ഫലം അങ്ങനെ എല്ലാ മണ്ഡലത്തിലും ഒരു തീരുമാനമായിരിക്കും. അത് സംസ്ഥാന തലത്തിലാണ് എടുക്കുക. ആ തീരുമാനം രാഷ്ട്രീയ തീരുമാനമായിരിക്കും. നീക്കുപോക്ക് ഒറ്റൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ നേരത്തെ ഇത് പാർട്ടി രൂപീകരിക്കുമ്പോൾ മുതൽ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാട് പോസിറ്റീവ് പൊളിറ്റിക്സ് ആയിരിക്കും നമ്മുടേത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി അതുപോലെ ഈ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ന്യൂനപക്ഷ പിന്നാക്ക മർദ്ദിത പീഡിത ജനതയുടെ ശാക്തീകരണവും അധികാര പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്ന രീതിക്കാണ് പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് ഞങ്ങൾ പറയുന്നത്. പക്ഷേ അതിന് വേണ്ടത്ര നീതി പുലർത്താത്ത രീതി ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇമ്മീഡിയറ്റ് സാധ്യത അപ്പുറത്ത് BJP കണ്ടപ്പം BJP പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വിജയസാധ്യത ഉള്ള ആളുകൾക്ക് വോട്ട് നൽകി വിജയിപ്പിക്കുന്ന ഒരു രീതി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് ഉപേക്ഷിച്ചു. നെഗറ്റീവ് പൊളിറ്റിക്സ് വേണ്ട, പോസിറ്റീവ് പൊളിറ്റിക്സ് തന്നെ മതിയെന്ന് ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ തീരുമാനമായിരിക്കും ഞങ്ങളെടുക്കുക. അതിങ്ങനെ ഇങ്ങനെ എന്താ ചെയ്യുക ഈ വോട്ട് കൊണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യ രാജ്യമാണിത്. ഈ പറച്ചിലുണ്ടല്ലോ ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബുദ്ധിമുട്ടി പോകുന്നൊന്നും തോന്നില്ല ഇവിടെ ഈ ഭരണഘടന നിലനിൽക്കുന്ന കാലത്തോളം. പക്ഷേ ഈ ചോദ്യം ഉണ്ടല്ലോ എത്രമാത്രം അപകടകരമാണ്, രാജ്യവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് ചോദ്യം. ഇന്ത്യൻ പൗരന്മാരിൽ കുറേ ആളുകൾ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന്. ഇത് പ്രാകൃത യുഗത്തിലല്ലേ നമ്മൾ തിരിച്ചു പോകുന്നത്? രാഷ്ട്രീയ പാർട്ടികൾ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞാൽ നമുക്കത് രാഷ്ട്രീയ ഗിമ്മിക്കാണെന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പം കാര്യമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ ഇവരുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന് ഫോർത്ത് എസ്റ്റേറ്റ് ഓഫ് ദി ഡെമോക്രസി അവരാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ അപകടം പിടിച്ച ചോദ്യമാണ്. പക്ഷേ ആർക്കും വേണ്ടാതില്ല, എല്ലാവർക്കും വേണം. അവർ ഞങ്ങൾക്ക് തന്നെ വേണം എന്നതുകൊണ്ടാണ് അവർക്ക് വേണ്ട എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടെന്ന് തന്നെ പിന്നെ ഞങ്ങൾക്കായല്ലോ. കാരണം മാറ്റം അതിനാണ് തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തീരുമാനിക്കും മാറ്റം വേണമോ വേണ്ടയോ. ഇങ്ങനെ പ്രവചന ശക്തിയുള്ള പാർട്ടിയാണോ ഇത്? ഒരു പാർട്ടിക്കും അത് സാധ്യമല്ല. പിന്നെ പറച്ചിൽ സാധാരണ പറയും. ഏതായാലും അതിനാണ് തെരഞ്ഞെടുപ്പ്. അതിലൂടെ ഭരണമാറ്റം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.